വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇറാനുമായി ഏത് നിമിഷവും വീണ്ടും ഒരു അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ചൈനയിൽ നിന്ന് തിരികെ എത്തിയ ശേഷം ട്രംപ് പറഞ്ഞത് നമ്മളിതാ ഓപ്പറേഷൻ സ്ലച്ച് ഹാമർ തുടങ്ങുകയാണ്, ഇറാനെ നമ്മൾ അടിച്ചു ചുരുട്ടും, ഇറാനെ സമ്പൂർണ്ണമായി നശിപ്പിക്കും എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്നലെ രാത്രി ട്രംപ് വീണ്ടും ട്രംപിന്റെ അഭിപ്രായം മാറ്റി. ട്രംപ് പറയുന്നു ഇപ്പൊ അടിക്കണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞടിക്കാം എന്ന് പറഞ്ഞു. അപ്പോ അവിടെയുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചു അതെന്താണ് ഇപ്പൊ അടിക്കേണ്ട എന്ന് പറയുന്നത്? ഇന്നലെ വരെ അടിച്ചു ചുരുട്ടും എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പൊ ട്രംപ് പറഞ്ഞു എനിക്കൊരു രഹസ്യ കത്ത് കിട്ടി, ആ രഹസ്യ കത്ത് രഹസ്യമാണെങ്കിൽ പുറത്തു പറയാൻ പറ്റില്ല, രഹസ്യ കത്തിനകത്ത് GCCയുടെ കത്തായിരുന്നു, അവര് പറയുന്നു ഇപ്പൊ നിങ്ങൾ അടിക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ അടിക്കാത്തത്. അപ്പൊ രഹസ്യം പരസ്യമായല്ലോ. എന്നിട്ട് ട്രംപ് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇന്ത്യക്ക് ഒരു വലിയ തിരിച്ചടി എന്ന് പറഞ്ഞ മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ച ഒരു കാര്യമുണ്ട്, അമേരിക്കൻ മാധ്യമങ്ങൾ. അതെന്ന് പറഞ്ഞാൽ ഇനി മുതൽ ഇന്ത്യക്ക് റഷ്യയിൽ നിന്നും എണ്ണ മേടിക്കണ്ട എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിട്ടൂരം ഇറക്കിയിരിക്കുന്നു. നമ്മളെ ഇവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എണ്ണ അനുസ്യൂതം മേടിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ട്രംപ് ഇന്നലെ രാത്രി വീണ്ടും പറഞ്ഞിരിക്കുന്നു ഒരു 30 ദിവസത്തേക്ക് ഒരു ഇളവ് കൊടുക്കാല്ലേ, നമ്മുടെ ഈ നാടോടിക്കാറ്റ് സിനിമയിലെ ദാസനും വിജയനും പാലിൽ വെള്ളം ചേർക്കുന്നത് പോലെ, നല്ല മുഴുപ്പുള്ള പാല കുറച്ച് വെള്ളം ചേർക്കാം എന്ന് പറയുന്നത് പോലെ ഒരു 30 ദിവസത്തേക്ക് ഇളവ് കൊടുക്കുക എന്ന് പറയുന്നു. അതുമല്ല കാര്യം ഇന്ത്യക്ക് ലോട്ടറി അടിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് എണ്ണ കൊണ്ടുവരാൻ ഇവന്മാർ ഇളവ് തരണ്ട, ഓൾറെഡി റഷ്യയിൽ നിന്ന് എണ്ണ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോഴിതാ അമേരിക്ക തന്നെ ഇറാനിൽ നിന്ന് എണ്ണ മേടിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ഞാൻ ഇന്നലെ ബിജുചേട്ടനോട് ചോദിച്ചു, യവന്മാര് മുച്ചൂട് മുടിഞ്ഞിരിക്കുകയാണ്, യവന്മാര് എങ്ങനെയാണ് ഇനി വീണ്ടും വീണ്ടും യവന്മാർ ഈ യുദ്ധം നടത്തുന്നത്? കാരണം ഒരു സെക്കൻഡിൽ നമ്മുടെ 10 ലക്ഷം രൂപയാണ് അവന്മാർക്ക് യുദ്ധത്തിന് ചെലവാകുന്നത്. ഒരു സെക്കൻഡിൽ നമ്മുടെ 10 ലക്ഷം രൂപ. അപ്പൊ 10 സെക്കൻഡ് ആകുമ്പോഴേക്കും 100 ലക്ഷം രൂപ, അതായത് 1 കോടി രൂപ ചെലവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ ഇറാനിൽ നിന്ന് എണ്ണ സ്വീകരിക്കാൻ അമേരിക്ക തയ്യാറാണ് എന്നാണ് പറയുന്നത്. ഇറാനിലേക്ക് നിന്ന് ലോകരാജ്യങ്ങൾക്ക് എണ്ണ മേടിക്കാനുള്ള ആ ഒരു ഉപരോധം, അതിൽ താൽക്കാലികമായിട്ടുള്ള ഇളവ് അമേരിക്ക നൽകിയിരിക്കുന്നു എന്നുള്ള വലിയ വാർത്തയാണ്. വലിയ വാർത്ത. ഇറാനിൽ നിന്ന് എണ്ണ മേടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നരേന്ദ്രമോദി ചാടി ഇറങ്ങും. കാരണം ഇന്ത്യക്കാണ് അത് ഏറ്റവും കൂടുതൽ നേട്ടമെന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ അടക്കം വിടുന്നത്. ഇത് 10 മിനിറ്റ് ആയതുള്ള വാർത്ത വന്നിട്ട് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് ഇത് ഇന്ത്യക്കാണ് ഏറ്റവും വലിയ നേട്ടം. ഇന്ത്യക്ക് ഇനി വിദൂര റഷ്യയെ എണ്ണ മേടിക്കാൻ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഹോർമൂസിൽ നിന്ന് ഒരു കപ്പൽ കടത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന പാട് നമുക്കറിയാം. അപ്പോഴാണ് ഇറാന്റെ കയ്യിൽ നിന്ന് എണ്ണ മേടിക്കാനുള്ള ഒരു ഉപരോധം അമേരിക്ക ലോകരാജ്യങ്ങൾക്ക് മുഴുവനായിട്ട് നീക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ അവസരം മുതലെടുക്കാൻ ഏറ്റവും ശക്തമായിട്ട് മുമ്പിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ് എന്ന് പറയുന്നു. അതൊക്കെ അവിടെ നിന്നോട്ടെ. അതൊക്കെ അവിടെ നിന്നാലും ഒരു യുദ്ധത്തിന്റെ ഒരു സാഹചര്യം ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടി വരും. ട്രംപ് ഇപ്പോഴും ആൾക്കാർ ഇറക്കുന്നുണ്ട് ഈ മേഖലയിൽ. അതുപോലെ തന്നെ പാകിസ്ഥാൻ അവരുടെ 8000 സൈനികരെയും ഫൈറ്റർ ജെറ്റുകളെയും സൗദി അറേബ്യയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇനി എങ്ങാനും ഒരു അടി വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന് തടുക്കാനാണോ എന്നുള്ളതാണ് പല ആൾക്കാർ. കാരണം അറബ് നാറ്റോയിൽ പാകിസ്ഥാൻ ഉണ്ടല്ലോ, സൗദിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ വന്ന് സംരക്ഷിച്ചോളാമെന്ന് പാകിസ്ഥാൻ പറഞ്ഞൊരു സാഹചര്യത്തിലാണോ ഇത് എന്നുകൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്ത് തോന്നുന്നു? എന്തായാലും ഇപ്പൊ ഈ വന്ന വാർത്ത ഒറ്റ നോട്ടത്തിൽ കേൾക്കുമ്പോൾ സന്തോഷം തോന്നും. പക്ഷെ ഞാൻ കാണുന്നതിന്റെ മറ്റൊരു ആംഗിളാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത നൽകിയിരുന്നു. ഖാർഗെ തുറമുഖത്തിൽ ദ്വീപിലടക്കം അവരുടെ 80,000 ബാരൽ ഓയിൽ കടലിൽ പരക്കുന്നു എന്നൊരു വാർത്ത വന്നിരുന്നു. കാരണം അവിടെ ഈ എണ്ണ കവിഞ്ഞൊഴുകിയിട്ട് അവർക്ക് സംഭരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതൊരു വലിയ അപകടത്തിലേക്ക് നീങ്ങും. കാരണം എണ്ണ സംഭരിക്കാൻ കഴിയുന്നില്ല. ഇനി അവിടെ ചെറിയൊരു അറ്റാക്ക് ഉണ്ടായാൽ പോലും സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ തന്നെ അത് ആ രാജ്യത്തിന് ബാധിക്കും. വലിയ തീപിടുത്തവും കാര്യങ്ങളും ഉണ്ടാകും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ, അവരുടെ ഒരു പ്രധാന വരുമാനം എന്ന് പറഞ്ഞാൽ എണ്ണക്കച്ചവടം തന്നെയാണ്. എണ്ണയും ഗ്യാസും ഒക്കെ. നമുക്കറിയാം ഖത്തറിൽ അവരുടെ ഏറ്റവും വലിയ ഗ്യാസ് പ്ലാന്റ് തന്നെ കൂട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. പല രാജ്യങ്ങളും ആ അവസ്ഥയാണ്. കാരണം ഇനിയും ഈ യുദ്ധം നീണ്ടുപോകുന്നതിൽ അവരും താല്പര്യപ്പെടുന്നില്ല. നമ്മൾ ഈ യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടുവരുന്ന അതിന്റെ ഏറ്റവും വലിയ തിക്തഫലം അനുഭവിക്കുന്ന GCC രാജ്യങ്ങളായിരിക്കും, മിഡിൽ ഈസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഏതാണ്ട് ആ പരുവത്തിലേക്ക് തന്നെ പോകുന്നു. ബിസിനസ്സുകളൊക്കെ ഡള്ളായിരിക്കുന്നു, നടക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിൽക്കുന്നു. ഈ സാഹചര്യം കൂടെ കണക്കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഖത്തർ, UAE, ഒമാൻ, ഈ 3 രാജ്യങ്ങളാണ് ട്രംപിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ അടിക്കണ്ട, യുദ്ധം തുടങ്ങണ്ട എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം കൂടെ വെച്ചാൽ ഇപ്പൊ ഇറാനൊരു ഇളവ് കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മളൊരു കിഴിഞ്ഞ ബുദ്ധി ട്രംപിന്റെ കാണേണ്ടി വരും. കാരണം ഞാൻ ഈ പറഞ്ഞ കണക്ക് ഈ എണ്ണ സംഭരണ ശാലകൾ നിറഞ്ഞു കവിയുന്നൊരു സാഹചര്യം, അവിടത്തേക്ക് ഈ എണ്ണ കടലിൽ ഒഴുകിക്കഴിഞ്ഞാലുള്ള കുഴപ്പം, ഇത് വർഷങ്ങളോളം ഈ കടലിൽ നിൽക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അനവധി ഉണ്ടാക്കുന്ന വിഷയമാണ്. പിന്നെ അടുത്തൊരു വിഷയം എന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട വിഷയം ലോകത്ത് മുഴുവൻ ഇന്ധന പ്രതിസന്ധിയാണ്. ഈ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായി കഴിഞ്ഞാൽ അത് ഇറാനെ അല്ല ബാധിക്കുന്നത്, അമേരിക്കയെ ബാധിക്കും. കാരണം ഈ ലോകരാജ്യങ്ങളൊക്കെ തിരിയുന്ന ഒരു സാഹചര്യം വരും. കാരണം നമുക്കറിയാം, ഇപ്പൊ ഇന്നലെ നമ്മളുടെ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ജയന്തി മിശ്ര പറഞ്ഞ കാര്യം,
ട്രംപിന്റെ ഉപരോധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ റഷ്യയുടെ നിന്ന് വാങ്ങും, അത് ഞങ്ങൾക്ക് ദീർഘകാലമായിട്ടുള്ള കരാറാണ്, വാങ്ങിക്കൊണ്ടേ ഇരിക്കും എന്ന് അസന്നിഗ്ധമായി പറയുന്ന ഒരു സാഹചര്യം വന്നു. വൈകുന്നേരമായപ്പോൾ ട്രംപ് ഇളവ് വരുത്തി. 2 ഇളവാണ് വരുത്തിയിരിക്കുന്നത്. ഒന്ന് 30 ദിവസത്തേക്ക് എണ്ണ വാങ്ങാവുന്നൊരു ഇളവുണ്ട്. രണ്ടാമത്തെ ഒരു ഇളവെന്ന് വെച്ചാൽ ഈ ഏപ്രിൽ 21 വരെ കപ്പലിൽ കയറ്റിയിട്ടുള്ള എണ്ണ, കപ്പലിൽ കയറ്റിയിട്ടുള്ളതും നടുക്കടലിൽ കിടക്കുന്ന കപ്പലിൽ നിന്നുള്ള എണ്ണ ഒക്ടോബർ വരെ ഇറക്കുമതി ചെയ്യാൻ അനുമതി കൊടുത്തിട്ടുണ്ട്. അതായത് കയറ്റി കഴിഞ്ഞു, സാധനം ലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ സാധനത്തിന് പുതിയതായിട്ടുള്ളതാണ് ഈ 30 ദിവസം. അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ കമ്പനികൾക്ക് അതൊരു ആശ്വാസമാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ റഷ്യയുടെ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് എന്നുള്ളതാണ്. ഇവിടെയാണ് ട്രംപ് കഴിഞ്ഞ ദിവസം ചൈന സന്ദർശിച്ചിരുന്നു. ചൈന സന്ദർശിച്ചിട്ട് അദ്ദേഹം പ്രത്യേകിച്ച് പ്രഖ്യാപനങ്ങളൊന്നും, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വ്യാപാര കരാർ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇറാൻ യുദ്ധത്തിനകത്ത് ചൈന മധ്യസ്ഥ വഹിക്കും എന്നുള്ളതോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫോർമുലകളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ചൈനയ്ക്ക് ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇറാനിൽ ഇളവ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ചൈനയാണ്. അവരെ സംബന്ധിച്ച് അതൊരു വലിയ ആശ്വാസമായിട്ട് മാറുന്നു. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ചൈന റഷ്യയിലേക്ക് എണ്ണ എടുക്കാൻ പോകാത്തത് എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമുക്ക് പല ഭാഗത്തു നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തെങ്കിൽ മാത്രമേ കഴിയൂ. ഇതിപ്പോ ഇന്ത്യക്കും ഗുണകരമാകുന്നുണ്ട്. കാരണം വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ ട്രാൻസ്പോർട്ടിങ് ഇതിൽ നമുക്ക് എണ്ണ എത്തിക്കാൻ കഴിയും. എത്ര ദിവസത്തേക്കാണ് ഈ ഇളവെന്ന് നമുക്ക് പറയാനും കഴിയില്ല. അതുകൂടാതെ ഈ ഇളവിന് പിന്നിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 10,000 മുകളിൽ ഷിപ്പുകൾ ഈ ഹോർമുസിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. അതിൽ ഇന്ത്യക്ക് ഒരു 10-20 ഷിപ്പുകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഏറെക്കുറേക്ക് പോന്നു കഴിഞ്ഞു. ബാക്കി പല രാജ്യങ്ങളുടെ ഷിപ്പുകൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പൊ ഈ ഇളവ് വരുമ്പോൾ സ്വാഭാവികമായി തന്നെ ഈ ഷിപ്പുകൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റും. അതിന് ട്രംപ് ഇറക്കുന്ന ഒരു നമ്പരും ആകാം. കാരണം ഇത് പറയാൻ കാരണം, ഇന്നലെ ഇറാൻ പാർലമെന്റിൽ ഒരു ബില്ല് വന്നിട്ടുണ്ട്. ബില്ലെന്ന് പറഞ്ഞാൽ ഒരു ഫത്വയാണ് അവർ പുറപ്പെടുവിക്കാനിരിക്കുന്നത്. ആ ഫത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിനെയും നെതന്യാഹുവിനെയും ബാധിക്കുന്ന ഗ്രൂപ്പുകൾക്കോ വ്യക്തികൾക്കോ $58 മില്യൺ ഇറാൻ കൊടുക്കും എന്നാണ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. സൽമാൻ റുഷ്ദി അടക്കമുള്ളവർക്കെതിരെ ഇങ്ങനത്തെ ഫത്വകൾ വന്നിട്ടുണ്ട്. അത് അവരുടെ വിദേശ സമിതി ചെയർമാൻ എബ്രാഹിം അസീസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ. അത് കൂടാതെ അവർ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. കിൽ ട്രംപ് എന്ന് പറഞ്ഞ ഹാഷ്ടാഗോടുകൂടി ഒരു ക്യാമ്പയിൻ അവരുടെ സൈബർ ബാർ ഗ്രൂപ്പായ ഹന്തല എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഇത് ചെയ്തിരിക്കുന്നത്. ലോകം മുഴുവൻ കിൽ ട്രംപ് എന്ന് പറഞ്ഞിട്ട് അവർ വലിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഈ ട്രംപിനും നെതന്യാഹുവിനും ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ട്രംപിനും നെതന്യാഹുവിനും ഒന്നും സംഭവിക്കത്തില്ല. ഇത് പറയുമ്പോൾ ഇതിന്റെ ഒരു തിക്തഫലം എന്താ വെച്ചാൽ ലോകത്തെമ്പാടുമുള്ള അമേരിക്കൻസ്, ജൂതന്മാർ, ഇവർക്ക് നേരെ കത്തിക്കുത്ത് ആക്രമണം, വണ്ടി ഇടിച്ചു കയറ്റല്, ബോംബ് പൊട്ടിത്തെറിക്കല്, അങ്ങനെയുള്ള കലാപരിപാടികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇറാൻ അവരുടെ പരമോന്നത നേതാവായ ഖമേനി മരിച്ചതിനകത്ത് ഒരു സമ്മാനം ഇവർക്ക് കൊടുക്കണം, ഇവരെ നരകത്തിലേക്ക് അയക്കണമെന്നാണ് ഇതിൽ പറയുന്നത്, ഈ ബില്ലിൽ പറയുന്നത്, ഈ ഫത്വയിൽ പറയുന്ന കാര്യം അതാണ്. അപ്പം അത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? എന്തായാലും ട്രംപിനെയും നെതന്യാഹുവിനെയും വധിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇവരെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ ഈ വംശം ഇല്ലെങ്കിൽ ഈ അമേരിക്കൻസ് ആയാലും ഇല്ലെങ്കിൽ ജൂതന്മാരായാലും ലോകത്തെമ്പാടുമുള്ളവർക്ക് നേരെ വിവിധയിടങ്ങളിൽ ഒരുപക്ഷെ ആക്രമണം ഉണ്ടായേക്കാം. അങ്ങനെയാണല്ലോ നമ്മൾ എന്തായാലും ഈ നേരത്തെ ഇറാൻ പുറപ്പെടുവിച്ച ഫത്വകളൊക്കെ ഓരോ വ്യക്തികൾക്ക് നേരെ ആയിരുന്നില്ലേ? പക്ഷെ അവസാനം അത് ചെന്ന് നിന്നത് എവിടെയാണ്? എങ്ങനെയാണ് ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഈ പറയുന്ന ജിഹാദി ഇല്ലെങ്കിൽ ക്രിസ്ത്യൻസ് വേർതിരിവും അടിയും തുടങ്ങുന്നതിന് ഒരു പ്രധാന കാരണം അത് തന്നെയായിരുന്നു. ഈ കാർട്ടൂൺ വരച്ചതുമായി ബന്ധപ്പെട്ടൊരു വലിയ വിവാദമായിരുന്നു. ആ കാർട്ടൂണാണ് പിന്നീട് പല യൂറോപ്യൻ രാജ്യങ്ങളും കത്തിപ്പെടുന്നത്. അത് ഒരു വ്യക്തിയിലേക്കല്ല, ഒരു വ്യക്തിയിലേക്കാണ് പറയുന്നതെങ്കിലും ഇത് ആ ഒരു വിഭാഗത്തെ മുഴുവൻ ബാധിക്കുന്ന സാധ്യതകളുണ്ട്. അപ്പം അതിനും ഉണ്ട്. കാരണം ഇറാന്റെ പ്രോക്സികൾ എന്ന് പറയുന്ന അനവധി പ്രോക്സികളുണ്ട്, ലോകം മുഴുവനുണ്ട്. ലോകം മുഴുവനുള്ള ഭീകര സംഘടനകളും ഇതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഇതിന്റെ രൂപം ഭാവം ഒക്കെ മാറും ഈ ഫത്വകള്. ഇപ്പം ഈ ട്രംപിനും നെതന്യാഹുവിനും നേരെയാണ് അവർ ഈ ഫത്വ വെച്ചിരിക്കുന്നതെങ്കിൽ നാളെ ഈ അമേരിക്കൻ സ്ഥാപനങ്ങൾക്ക് നേരെ ഇല്ലെങ്കിൽ അവർക്ക് ആളുകൾക്ക് നേരെ ഒക്കെ നടത്തുന്നവർക്കുള്ള പാരിതോഷികങ്ങളാകാം, ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ മാറി മാറി വരും. അങ്ങനെ ഒരു വലിയൊരു രീതിയിലേക്ക് അത് മാറുന്നുണ്ട്. ഏതായാലും ഇറാന്റെ വലിയൊരു ഡിമാൻഡ് അവരിപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഒറ്റ നോട്ടിൽ പറയാം. നമ്മൾ നല്ല അർത്ഥത്തിൽ തന്നെ അതിനെ എടുക്കുന്നതാണ്. കാരണം ഒരു ഇളവ് അവരെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാണ്. എണ്ണ കൊണ്ടുവരാൻ പറ്റും. രണ്ടാമത്തെ കാര്യം അവർക്കൊന്ന് നടുനിവർക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം അയത്തുള്ള ഖമേനിയുടെ പോലും ശവസംസ്കാരം ഇതുവരെ നടന്നിട്ടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇറാന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവരുടെ പരമോന്നത നേതാവിന്റെ മൃതദേഹം വളരെ ദിവസങ്ങളോളം അത് കാത്ത് സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം. അതങ്ങനെ അവരുടെ ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ലത്. അപ്പോൾ അതും ഒക്കെ ഇതിനകത്ത് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ട്രംപ് ആയതുകൊണ്ട് തോറ്റോ ജയിച്ചോ എന്ന് പറയാൻ കഴിയില്ല. കാരണം ധനുഷ് നേരത്തെ പറഞ്ഞ നിനക്ക് 8,000-ഓളം പാക് സൈനികരും ജെറ്റുകളും ഒക്കെ സൗദിയിൽ എത്തിയിട്ടുണ്ട്. അത് വെറുതെ എത്തിച്ചതല്ല. കാരണം ഇനി വരാൻ പോകുന്ന അടിക്ക് അവർക്ക് പല ഭാഗത്തു നിന്നും സഹായങ്ങൾ ആവശ്യമാണ്. കാരണം ട്രംപിന്റെ ഒരു ആക്രമണം ഇനി സൗദി കേന്ദ്രീകരിച്ചും മറ്റ് അറബ് കൺട്രീസുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ ആയിരിക്കും. അപ്പൊ അവിടൊക്കെ വലിയ സൈനിക സന്നാഹം ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ അറബ് നാറ്റോയുടെ ഭാഗമായിട്ടാണ് ഈ സൈനികർ പോയത് എന്ന് പറയാൻ കഴിയും.
പക്ഷെ അറബിനാറ്റയ്ക്ക് അപ്പുറത്തേക്ക് ഇങ്ങനെ ഒന്നും കൂടെ രൂപപ്പെടുന്നുണ്ട്. ഏതായാലും ഇത് എത്ര ദിവസത്തേക്ക്, എത്ര നിമിഷത്തേക്ക്, ട്രംപ് ആയതുകൊണ്ട് നമ്മൾ ദിവസം എന്ന് പറയുന്നില്ല. ഇപ്പോൾ ഇതാണ് നമ്മുടെ വാർത്തയും കാര്യങ്ങളും. വൈകുന്നേരം ആകുമ്പോൾ ഇത് പാടെ മാറി വരുന്നേക്കാം, ഈ കൊടുത്ത ഇളവുകൾ പിൻവലിച്ചേക്കാം, ഈ പറയുന്ന സ്ലഡ്ജ് ഹാമർ തുടങ്ങിയേക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ഏതായാലും യുദ്ധത്തിൽ ഒരു ചെറിയ, നമ്മളെപ്പോഴും ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധങ്ങൾ കാണുന്നത് ശാശ്വതമായിട്ടുള്ളൊരു സമാധാനം കാണാറില്ല. അവിടെ ഏത് യുദ്ധത്തിലായാലും ഒരു ചെറിയൊരു ഇടവേള വരും, പിന്നെ പെട്ടെന്ന് അത് പൊട്ടിത്തെറിച്ച് യുദ്ധത്തിലേക്ക് പോകും. ഇതാണ് അവിടെ കാണുന്നത്. ഇപ്പോഴും ഇതിന് നമ്മളൊരു ശാശ്വത സമാധാനം എന്നുള്ള രീതിയിലേക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം ഇതൊരു പെർമനന്റ് ആയാൽ നല്ലത് എന്ന്. ഇപ്പൊ ഗസയിലാണെങ്കിലും വെടിനിർത്തൽ വന്നിട്ട് ഇപ്പൊ 1 വർഷത്തിന് മേളിലായില്ലേ. ഇപ്പൊ തന്നെ 800 പേരാണ് അവിടെ കൊല്ലപ്പെട്ടതെന്നാണ് ഒഫീഷ്യലായിട്ട് വരുന്ന കാര്യങ്ങൾ. അതിന്റെ ഇരട്ടി മരിച്ചിട്ടുണ്ടാകും. അപ്പം എന്ന് കണക്കാ നിൽക്കുന്നത്. പക്ഷെ സമാധാനത്തിന്റെ ഒരു ചെറിയ ലാഞ്ചന വരുന്നുണ്ട്, നല്ല കാര്യമാണ്. ഇതേ രീതിയിൽ പോവുകയും മറ്റ് ലോകരാജ്യങ്ങൾ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇത് ചർച്ചകൾ സുഗമമാക്കിക്കൊണ്ട് ഇതൊന്ന് കോംപ്രമൈസ് ആക്കിയാൽ നന്നായിരിക്കും. ഇതിനിടയിൽ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം മോസ്കോയിൽ യുക്രൈൻ വലിയ ഒരു ഡ്രോൺ ആക്രമണം നടത്തി ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായി. അതായത് ഈ ഡ്രോൺ ആക്രമണത്തിലൂടെ അവർ ഉദ്ദേശിച്ചത് ഈ അവരുടെ ഊർജ്ജ കേന്ദ്രങ്ങളും, അതായത് ഈ എണ്ണ ഉൾപ്പെടെയുള്ള ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു ആക്രമണമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സൈഡിൽ, അതായത് ഈ നമ്മുടെ മലയാളത്തിൽ പറയുന്നില്ല, തൊമ്മന അയയുമ്പോൾ ചാണ്ടി മുറുകും എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ അയഞ്ഞു വരുന്നു, മറു സൈഡിൽ മുറുകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും ഇതിപ്പോൾ വന്നിരിക്കുന്ന വാർത്തകളെല്ലാം തന്നെ ശുഭകരമായ വാർത്തകളാണ്. അതിന് എത്ര ആയുസുണ്ടെന്ന് മാത്രമേ ഇനി നമുക്ക് അറിയാനുള്ളൂ.